നമസ്കാരം. പ്രഭാത വാർത്തയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ വാർത്തകളിലേക്ക് കടക്കുകയാണ്. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. Co-sponsored by Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീണ്ടും കേരളത്തിൽ. പാലക്കാട് റോഡ് ഷോ സംഘടിപ്പിക്കും. രാവിലെ 9:30 പാലക്കാട് മേഴ്സി കോളേജ് മൈതാനത്ത് എത്തുന്ന പ്രധാനമന്ത്രി റോഡ് ഷോയ്ക്കായി റോഡ് മാർഗം 5 വിളക്കിലെത്തും. പ്രധാനമന്ത്രിയുടെ പാലക്കാട് സന്ദർശനം BJPക്ക് ഒരു ഗുണവും ചെയ്യില്ലെന്ന് പാലക്കാട്ടെ LDF UDF സ്ഥാനാർത്ഥികൾ 24 പറഞ്ഞു. പ്രധാനമന്ത്രി മണ്ഡലത്തിൽ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പാലക്കാട് നിയോജകമണ്ഡലത്തോട് കേന്ദ്ര ഗവൺമെൻറ് കാണിച്ച അവഗണനയ്ക്ക് ഉത്തരം പറയുകയാണ് വേണ്ടത്. ദശാബ്ദങ്ങളായിട്ട് നമ്മൾ പാലക്കാട്ടിലെ ഭൂമി കൊടുത്ത് ഒരു കോച്ച് ഫാക്ടറിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സ്വകാര്യ കോച്ച് ഫാക്ടറി ഉടമകളെ സഹായിച്ച് പാലക്കാട് പോലെയുള്ള പ്രദേശങ്ങളുടെ വളർച്ചയെ തടയുകയാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ചെയ്തത്. ദുർനയങ്ങളുടെ പ്രയാസം അനുഭവിക്കുന്ന ഒരു ജനതയോട് യഥാർത്ഥത്തിൽ മാപ്പ് പറയുന്ന പ്രധാനമന്ത്രിയുണ്ട്. വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാനുള്ള പ്രധാനമന്ത്രിയുടെ അർഹതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇന്നലെ റിഹേഴ്സൽ പരേഡ് എന്ന് പറഞ്ഞ് നഗരത്തെ ശ്വാസം മുട്ടിക്കുന്ന ഒരു ഭാഗത്ത്. കഴിഞ്ഞ ഇലക്ഷനിൽ പ്രചണ്ഡമായ പ്രചരണം പ്രധാനമന്ത്രി ഒന്ന് നടത്തി. പക്ഷെ ജനങ്ങൾക്കത് ഓർക്കാന്നല്ല, കേരളത്തിൽ പ്രധാനമന്ത്രി വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വോട്ടും കൂടില്ല. കാരണം 10 വർഷത്തെ ജനങ്ങൾ വിലയിരുന്നത് 10 വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണമാണ്. ഇന്ത്യ മുഴുവൻ പാവപ്പെട്ടവർക്ക് വിലക്കയറ്റം കൊണ്ടും പൊറുതിമുട്ടിയ ജനങ്ങളെ കൊള്ളയടിച്ച ഒരു ഗവൺമെൻറ്റാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. നിഖിൽ പ്രവേശ് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി. നിഖിൽ, പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ്? ഒപ്പം ഈ പരിപാടിയിൽ മറ്റ് നേതാക്കൾ, സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? ഇന്ന് പാലക്കാട് എത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാവിലെ 9:30 മേഴ്സി കോളേജ് ഗ്രൗണ്ടിലെത്തുന്ന പ്രധാനമന്ത്രി 5 വിളക്കിലേക്ക് റോഡ് മാർഗമെത്തും. അവിടെ നിന്നാണ് ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെ റോഡ് ഷോ. 1.5 കിലോമീറ്റർ നീളുന്ന റോഡ് ഷോ. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച ശേഷം, പ്രചാരണത്തിലേക്ക് സ്ഥാനാർത്ഥികൾ ഇറങ്ങിയ ശേഷമുള്ള ആദ്യത്തെ റോഡ് ഷോയാണ് പ്രധാനമന്ത്രിയുടേത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി തുടർച്ചയായി പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നുണ്ട്. പാലക്കാടേക്ക് എത്തുമ്പോൾ എന്താണ് BJP പ്രവർത്തകരുടെ ആവേശം? നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട്. നിഖിൽ, പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയ്ക്കുള്ള ക്രമീകരണങ്ങളൊപ്പം അനുഗമിക്കുന്ന നേതാക്കൾ, ഏതൊക്കെ സ്ഥാനാർത്ഥികൾ ഈ റോഡ് ഷോയിൽ ഭാഗമാകും? ഗോകുൽ, വലിയ ഒരുക്കങ്ങൾ തന്നെയാണ്. പ്രധാനമന്ത്രിയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യ റോഡ് ഷോ, അതാണ് പാലക്കാട്ടെ ഈ റോഡ് ഷോയുടെ പ്രത്യേകത. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. പ്രധാനമന്ത്രി ഇന്നലെ കോയമ്പത്തൂരിൽ റോഡ് ഷോ പൂർത്തിയാക്കി. അദ്ദേഹം കോയമ്പത്തൂരിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ ആദ്യ പരിപാടി പാലക്കാട്ടേതാണ്. സ്വാഭാവികമായിട്ടും അതിന് വൈകാൻ ഒരു സാധ്യതയുമില്ല എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ. ഇപ്പോൾ ഞാനുള്ളത് ഈ റോഡ് ഷോ അവസാനിക്കുന്ന, അതായത് ഇന്നിപ്പോൾ രാവിലെ 10 മണിക്ക് 5 വിളക്കിൽ നിന്ന് തുടങ്ങി റോഡ് ഷോ അവസാനിക്കുന്ന ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്താണ്. ഇവിടെ എല്ലാവിധത്തിലുള്ള ക്രമീകരണങ്ങളും, ഏതാണ്ട് 2000-ഓളം പോലീസിന്റെ സാന്നിധ്യമുണ്ട്. SPGക്കാണ് സുരക്ഷാ ചുമതല. അവരെല്ലാം തന്നെ വളരെ നേരത്തെ തന്നെ എത്തി സുരക്ഷാ മുൻകരുതലുകളെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. BJP മുന്തിയ പരിഗണന നൽകുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയ്ക്കാണ് പാലക്കാട് തന്നെ അദ്ദേഹം ഏറ്റവും ആദ്യം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പരിപാടി എന്നുള്ളത് രാവിലെ 9:30 പ്രധാനമന്ത്രി ഈ മേഴ്സി കോളേജ് മൈതാനത്തേക്ക് എത്തിച്ചേരും. അവിടെയാണ് അദ്ദേഹം കോയമ്പത്തൂരിൽ നിന്ന് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുക. തുടർന്ന് റോഡ് മാർഗം 5 വിളക്കിലേക്ക് എത്തും. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള പാലക്കാട്ട് 5 വിളക്കിലേക്ക് അദ്ദേഹം ഈ 9:30 അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം റോഡ് മാർഗം എത്തും. അവിടെ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുക. ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരം ജില്ലാ ആശുപത്രിയും സുൽത്താൻപേട്ടും ഒക്കെ കടന്ന് 1.5 കിലോമീറ്റർ ഈ റോഡിലൂടെയാണ് റോഡ് ഷോ നടത്തുക. 1.5 ലക്ഷത്തോളം പേർ ഈ റോഡ് ഷോയുടെ ഭാഗമാകുമെന്നുള്ളതാണ് BJP പ്രവർത്തകർ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം. എല്ലാ തരത്തിലുമുള്ള ക്രമീകരണങ്ങൾ അതിനുവേണ്ടി ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. മിനിഞ്ഞാന്ന് 3 തവണ ഹെലികോപ്റ്ററുകൾ ഇറങ്ങി ഈ മേഴ്സി കോളേജ് മൈതാനം സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. CAA വിഷയത്തിലടക്കം അദ്ദേഹത്തിന്റെ പ്രതികരണം ഒരുപക്ഷെ ഇന്നത്തെ ഈ പരിപാടിക്കിടെ ഉണ്ടാകാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ ആളുകൾ ഈ ബാരിക്കേഡുകൾ സ്ഥാപിച്ചതിന് അപ്പുറത്ത് വന്ന് കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. എന്തായാലും പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ശേഷം ആദ്യം എത്തുന്ന മണ്ഡലം എന്നുള്ള നിലയ്ക്ക്
വലിയ പ്രാധാന്യം ഈ മണ്ഡലത്തിന് പാലക്കാടിനെ BJP കൽപ്പിക്കുന്നു എന്ന് വേണം നമ്മൾ കാണാൻ. അതോടൊപ്പം തന്നെ മലപ്പുറം പൊന്നാനി സ്ഥാനാർത്ഥികളും ഇന്ന് വേദിയിലുണ്ടാകും. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്യുക സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനാണ്. എന്തായാലും ഇനി പാലക്കാട്ടെയും സമീപ ജില്ലകളിലെയും ആളുകളൊക്കെ തന്നെ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരും. പ്രധാനമന്ത്രിയെ കാണാൻ, അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തിച്ചേരും. ഇപ്പോൾ തന്നെ ഏതായാലും പാലക്കാട് വലിയ ആവേശകരമായ റോഡ് ഷോ ആണ് BJP ഒരുക്കാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങിയ ശേഷം ഉള്ള ആദ്യ റോഡ് ഷോ ആണ് കേരളത്തിൽ പ്രധാനമന്ത്രിയുടേത്. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ദക്ഷിണേന്ത്യയിൽ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സേലത്ത് BJP റാലിയിൽ പങ്കെടുക്കും. പാലക്കാട് നിന്ന് 12:50 സേലത്തെത്തുന്ന പ്രധാനമന്ത്രി 1 മണിക്ക് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. തുടർന്ന് 2:20 ദില്ലിയിലേക്ക് തിരിക്കും. NDA സഖ്യത്തിലെത്തിയ പാട്ടാളി മക്കൾ കക്ഷി നേതാക്കൾ സേലത്ത് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. പാർട്ടി അധ്യക്ഷൻ അൻപുമണി രാംദാസിന്റെ നേതൃത്വത്തിലാണ് നേതാക്കൾ നരേന്ദ്രമോദിയെ കാണുക. കഴിഞ്ഞ 3 ദിവസങ്ങളായി ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ ഊർജിതമാക്കി കോൺഗ്രസും BJPയും. കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗവും പ്രവർത്തക സമിതി യോഗവും ഇന്ന് ചേരും. കരട് പ്രകടന പത്രിക പരിശോധിച്ച് അംഗീകരിക്കാനുള്ള നടപടികൾക്കായാണ് പ്രവർത്തക സമിതി യോഗം ചേരുന്നത്. ശേഷിക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് കോൺഗ്രസിൽ അന്തിമ ധാരണയായി. BJP 3ാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും. സ്ഥാനാർത്ഥി നിർണയ നടപടികൾ പൂർത്തിയായെങ്കിലും ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇന്നലെ പട്ടിക പ്രസിദ്ധീകരിക്കാതിരുന്നത്. മറ്റു പാർട്ടികളിൽ നിന്നുള്ള ചില മുതിർന്ന നേതാക്കൾ BJPയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് പ്രഖ്യാപനം വൈകുന്നതെന്നാണ് സൂചന. ഇന്ത്യ മുന്നണിയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഇടതുപക്ഷത്തെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ ചർച്ചയ്ക്കുള്ള സന്നദ്ധത അറിയിച്ചു. കേരളം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നേതാക്കൾ ഇടതംഗങ്ങൾക്കായി പ്രചാരണത്തിലെത്തും. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. കഴിഞ്ഞ ദിവസം ന്യായ് യാത്രയുടെ സമാപനം മഹാറാലിയിൽ ഇടത് നേതാക്കൾ ഉണ്ടായില്ല. CPIയുടെയും CPMന്റെയും നേതാക്കൾ പങ്കെടുത്തില്ല. മുമ്പ് ജമ്മു കാശ്മീരിൽ ഭാരത് ജോഡോ യാത്രയുടെ സമാപനത്തിൽ CPI പങ്കെടുത്തതുമാണ്. കേരളത്തിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം, ഒപ്പം KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം, അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാമെന്നാണോ ഇന്ത്യ മുന്നണി നേതൃത്വത്തിന്റെ കോൺഗ്രസിന്റെ പ്രതീക്ഷ? കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മേൽ കനത്ത സമ്മർദ്ദം പശ്ചിമ ബംഗാളിൽ നിന്നുള്ള കോൺഗ്രസിന്റെ നേതൃത്വം പുലർത്തുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ ജയിച്ച ആദിർ രഞ്ജൻ ചൗധരിയുടെ സീറ്റിലടക്കം വിജയിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു പിന്തുണ അത് അനിവാര്യമാണ്. പശ്ചിമ ബംഗാളിൽ ഇവർ സഖ്യമായിട്ടാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് ഈ സഖ്യത്തിന്റെ സാധ്യതകളെ ബാധിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മറ്റ് ചില സംസ്ഥാന ഘടകങ്ങളുടെ അഭിപ്രായം. ബീഹാറിൽ നിന്നും സമാനമായിട്ടുള്ള ഒരു അഭിപ്രായം അറിയിച്ചു ദേശീയ നേതൃത്വത്തെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ഇടപെടൽ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇടതുപക്ഷവുമായി ഏതെങ്കിലും വിധത്തിൽ ഒരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏറ്റുമുട്ടലിനോ അല്ല ശ്രമിക്കുന്നത്, മറിച്ച് BJPയെ തടയുന്നതിന്റെ ഭാഗമായിട്ട് അവരൊരു പ്രധാന ശക്തി അല്ല എന്ന് വരുത്തുന്ന വിധത്തിലുള്ള പ്രചരണ പരിപാടികളാണ് കേരളത്തിൽ ഉള്ളത് എന്നതടക്കമുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയുള്ള രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ മത്സരം ഉൾപ്പെടെയുള്ളവയെ അങ്ങനെ വിലയിരുത്തിയാൽ മതി എന്ന് ആണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇപ്പോൾ നിലപാട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത് ഇടതുപക്ഷത്തെ അറിയിക്കും. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മല്ലികാർജുൻ ഖാർഗെ സീതാറാം യെച്ചൂരിയെ ഈ വിഷയം ഫോണിൽ വിളിച്ച് ഇന്ന് തന്നെ സംസാരിക്കും എന്നുള്ളതാണ്. എല്ലായിടങ്ങളിലും ഒരുമിച്ച് നിൽക്കാനും ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കാനും വേണ്ടിയിട്ടുള്ള ഇടപെടലായിരിക്കും കോൺഗ്രസ് ആവശ്യപ്പെടുക. മാത്രമല്ല കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കന്മാർ ഇടതുപക്ഷം ആവശ്യപ്പെടുന്നതനുസരിച്ച് അവരുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ അത് രാഹുൽ ഗാന്ധി അടക്കം എത്തും എന്ന ഒരു നിലപാടും കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇടതുപക്ഷത്തെ അറിയിക്കും. അങ്ങനെ ഇടതുപക്ഷത്തെ അനുനയിപ്പിക്കാനായിട്ടുള്ള ശ്രമമാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നത്. ചിലയിടങ്ങളിൽ ഒരുപക്ഷെ ഈ ഇടതുപക്ഷം വലിയ ശക്തി അല്ലെങ്കിലും ചില വോട്ട് സ്വാധീനം രാജസ്ഥാന്റെയും ബീഹാറിന്റെയും പശ്ചിമ ബംഗാളിന്റെ എല്ലാ മേഖലകളിലും ത്രിപുര അടക്കമുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് കോൺഗ്രസ് മനസ്സിലാക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഇടപെടൽ. ശരി, കേരളത്തിലുണ്ടായിരിക്കുന്ന ഇടതു പാർട്ടികളും കോൺഗ്രസും തമ്മിലുള്ള വിടവ് അത് ദേശീയ തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രതിഫലിക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള മുൻകരുതൽ നീക്കമാണ് നടക്കുന്നത്. ഇന്ത്യ മുന്നണിയിൽ നിന്ന് ഉണ്ടാകുന്ന സമ്മർദ്ദം അത് കണക്കിലെടുത്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഇടതു പാർട്ടി നേതാക്കളുമായി സംസാരിക്കുമെന്നതാണ് RK നൽകുന്ന വിവരം. ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെതിരെ വീണ്ടും അസഭ്യ പരാമർശവുമായി MM മണി. അനീഷ് രാജൻ രക്തസാക്ഷി അനുസ്മരണ ചടങ്ങിലാണ് വിവാദ പരാമർശം. പ്രസംഗത്തിൽ ഇടുക്കി മുൻ MP
PJ കുര്യനെതിരെയും അധിക്ഷേപ പരാമർശമുണ്ട്. ചുമ്മാതെ വന്നിരിക്കുക പൗഡർ പൂജി, പിന്നെ ബ്യൂട്ടി പാർലറിൽ കയറി വെള്ളം പൂജിയിട്ട് പടം കൊടുത്ത് ജനങ്ങളോടൊപ്പം നിൽക്കാതെ, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ, വർത്താനം പറയാതെ ഇനിയും വന്നിരിക്കുക. ഞാൻ ഇപ്പൊ ഉണ്ടാക്കാം ഒലത്താവെന്നും പറഞ്ഞു നന്നായി വലതേക്കുള്ളൂ, നന്നാക്കുമ്പോ. അതുകൊണ്ടാണല്ലോ കെട്ടി വെച്ച കാശ് കൊടുക്കാൻ പാടില്ല, നീതിബോധമുള്ളവരാണ്. അതിന് മുമ്പുണ്ട് PJ കുര്യൻ നേരെ പടിയായിരുന്നു പെണ്ണുപിടി. എന്തല്ല കേസാണ് ഉണ്ടായത്, എല്ലാം നമ്മൾ മറന്നോ? രാഹുൽ വിജയനുണ്ട് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. രാഹുൽ വിജയൻ, ഇത് ആദ്യമല്ല. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ശേഷം, അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഡീൻ കുര്യാക്കോസിനെ തുടർച്ചയായി MM മണി കടന്നാക്രമിക്കുന്നുണ്ട്. ഇത് ഒരു അതിരുകവിഞ്ഞ പ്രതികരണമായി പോയില്ലേ? ഗോകുൽ, തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് എടുത്തതോടെ MM മണി നല്ല ഫോമിലാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സമീപകാലത്ത് ഇത്തരത്തിലുള്ള കടുത്ത പരാമർശങ്ങളിലേക്കൊന്നും പോയിരുന്നില്ല. പക്ഷേ ഈ ഡീൻ കുര്യാക്കോസിനെതിരെ ഈ ഇലക്ഷൻ പ്രചരണം തുടങ്ങിയതിനു ശേഷം രൂക്ഷമായ ഭാഷയിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ MM മണിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അവസാനത്തേതാണിത്. ഡീൻ ഈ പാർലമെന്റിലേക്ക് ജയിച്ചു പോയിട്ട് യാതൊരു തരത്തിലുള്ള പ്രയോജനവും നാട്ടുകാർക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു MM മണിയുടെ ഈ പ്രസംഗം. ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കുന്ന ഡീൻ എന്ന് പറയുന്ന പോലെ തുടങ്ങിയതിനു ശേഷം ഡീൻ ഷണ്ടനാണെന്നും ജയിപ്പിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ അനുഭവിക്കുമെന്നും വീണ്ടും ഒലത്താം എന്ന് പറഞ്ഞ് ഡീൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഒലത്താൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്നതടക്കമുള്ള പരാമർശങ്ങൾ MM മണിയുടെ ഭാഗത്തു നിന്നുണ്ടായി. മാത്രമല്ല, ഇടുക്കിയുടെ മുൻ MP ആയിട്ടുള്ള PJ കുര്യനും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള PJ കുര്യനെതിരെയും രൂക്ഷമായ ഭാഷയിൽ MM മണിയുടെ ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ട്. അത് പറയുമ്പോൾ തന്നെ അത് വലിയ തരത്തിലുള്ള മോശമാണ് എന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവുകയും ചെയ്യുന്നതാണ്. എന്തായാലും രൂക്ഷമായ ഭാഷയിലായിരുന്നു MM മണി ഡീൻ കുര്യാക്കോസിനെതിരെയും PJ കുര്യനെതിരെയും പറഞ്ഞത് എന്നുള്ളത് അറിയാം. ശരി, MM മണിയുടെ പ്രതികരണം അങ്ങേയറ്റം അധിക്ഷേപകരമാണ്. ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഡീൻ കുര്യാക്കോസിനെതിരെയും PJ കുര്യനെതിരെയുമാണ് ഇന്നലത്തെ പ്രസംഗത്തിലെ രൂക്ഷമായ മോശമായ പ്രതികരണം. പൗരത്വ നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. നിയമം നടപ്പാക്കാൻ കേന്ദ്രം ഇറക്കിയ ചട്ടങ്ങൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളും കോടതി പരിഗണിക്കും. കേരള സർക്കാരും DYFIയും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും അടക്കം നൽകിയ ഹർജികളാണ് കോടതിക്ക് മുന്നിലുള്ളത്. പൗരത്വം നൽകുന്നതിനെക്കുറിച്ച് പറയാൻ ഹർജിക്കാർക്ക് നിയമപരമായ അവകാശമില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. 190-ലേറെ ഹർജികളും ഇടക്കാല അപേക്ഷകളുമാണ് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കുന്നത്. എല്ലാ ഹർജികളും ഒരുമിച്ചാകും സുപ്രീംകോടതി കേൾക്കുക. കോഴിക്കോട് പേരാമ്പ്ര അനു വധക്കേസിലെ പ്രതി മുജീബ് റഹ്മാന്റെ കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. 5 ദിവസത്തേക്ക് കസ്റ്റഡി ആവശ്യപ്പെട്ടാണ് അന്വേഷണ സംഘം പേരാമ്പ്ര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയത്. പ്രതിയെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ ബൈക്ക് മോഷ്ടിച്ച കണ്ണൂർ മട്ടന്നൂരിലും കൊലപാതകം നടന്ന സ്ഥലത്തും എത്തിച്ച് തെളിവെടുക്കും. പ്രതി സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. അതേസമയം മുത്തേരിയിൽ വയോധികയെ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത കേസിൽ മുജീബിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ ഇന്ന് റിപ്പോർട്ട് നൽകും. കോഴിക്കോട് പേരാമ്പ്ര അനു വധക്കേസിലെ പ്രതി മുജീബ് റഹ്മാൻ 29 വർഷമായി സ്ഥിരം കുറ്റവാളിയാണ്. വിവിധ ജില്ലകളിലായി 56 കേസുകളിൽ പ്രതിയാണ് മുജീബ്. ചുരുക്കം ചില കേസുകളിൽ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. പത്തൊൻപതാം വയസ്സിൽ പിടിച്ചുപറിയിൽ തുടങ്ങി ഏറെ വൈകാതെ വാഹനമോഷണത്തിലേക്ക് മുജീബ് കടന്നു. കേരളത്തിൽ നിന്ന് കാറുകൾ മോഷ്ടിച്ച് തമിഴ്നാട്ടിലെത്തിച്ച് കുപ്രസിദ്ധ വാഹനമോഷ്ടാവ് വീരപ്പൻ റഹീമിന് കൈമാറും. 2001 മുതൽ 10 വർഷം ഇതായിരുന്നു പതിവ്. മോഷണം, പിടിച്ചുപറി എന്നിവയ്ക്കൊപ്പം സ്ത്രീകളെ ആക്രമിച്ച് ബലാത്സംഗം ചെയ്യുകയും ആഭരണങ്ങൾ കവരുന്നതുമായിരുന്നു മുജീബിന്റെ രീതി. 2020 മുത്തേരിയിൽ വയോധികയെ ഭീഷണിപ്പെടുത്തി ഓട്ടോയിൽ കയറ്റിയാണ് കെട്ടിയിട്ട് പീഡിപ്പിച്ചത്. പേരാമ്പ്രയിൽ അനുവിനെ തലക്കടിച്ച് ബോധരഹിതയാക്കിയാണ് വെള്ളത്തിൽ ചവിട്ടിത്താഴ്ത്തിയത്. തൃശൂർ മുതൽ കാസർഗോഡ് വരെ വിവിധ പോലീസ് സ്റ്റേഷനുകളായി 56 കേസുകൾ മുജീബിനെതിരെ നിലവിലുണ്ട്. എന്നാൽ ശിക്ഷിക്കപ്പെട്ടത് ചുരുക്കം കേസുകളിൽ മാത്രമാണ്. കൊടും കുറ്റവാളിയായ ഇയാൾക്ക് സമൂഹത്തിൽ സ്വൈരവിഹാരത്തിന് എങ്ങനെ അവസരമൊരുങ്ങി എന്നതാണ് അവശേഷിക്കുന്ന ചോദ്യം. സമാനമായ കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചിട്ടും എന്തുകൊണ്ട് ഇയാൾ പോലീസിന്റെ നിരീക്ഷണ വലയത്തിലുണ്ടായില്ല? മുത്തേരിയിലെ അതിജീവിത പറഞ്ഞതുപോലെ നേരത്തെയുണ്ടായ കുറ്റകൃത്യങ്ങളിൽ ശക്തമായ ശിക്ഷാ നടപടി ഉണ്ടായിരുന്നുവെങ്കിൽ അനുവിന് ഈ ദുർഗതി സംഭവിക്കില്ലായിരുന്നു. 24 കോഴിക്കോട്.
ആലുവയിൽ നിന്ന് 3 യുവാക്കളെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രധാന പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രതികൾക്ക് വാഹനം വാടകയ്ക്കെടുത്തു നൽകിയ 2 പേരുടെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. 4 പ്രതികളെയാണ് ഇനി പിടികൂടാനുള്ളത്. ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശികളെന്നാണ് സൂചന. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. മൂന്നാറിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന പടയപ്പയെ മയക്കുവെടി വെക്കില്ല. ഉൾക്കാട്ടിലേക്ക് തുരത്താൻ ചീഫ് വൈൽഡ് ലൈഫ് കൺസർവേറ്റർ മൂന്നാർ DFOയ്ക്ക് നിർദ്ദേശം നൽകി. ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷിച്ച ശേഷം ആനയെ കാട് കയറ്റും. ദൗത്യം ഇന്ന് തുടങ്ങും. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഇന്നലെ മന്ത്രി AK ശശീന്ദ്രനാണ് രാഹുൽ പറഞ്ഞത് മയക്കുവെടി വെക്കുന്ന കാര്യം ആലോചിക്കുന്നുണ്ട് എന്ന്. പിന്നീട് ആ തീരുമാനത്തിൽ അല്ലെങ്കിൽ ആ ആലോചനയിൽ നിന്ന് പിന്നോട്ട് പോകാനും ആനയെ കാട് കയറ്റാനുമുള്ള നിർദ്ദേശത്തിലേക്ക് വന്നത് എന്തുകൊണ്ടാണ്? ഗൂഗിൾ മയക്കുവെടി വെക്കുക എന്നുള്ള ഒരു അന്തിമ തീരുമാനമായിരുന്നില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പടയപ്പം മൂന്നാർ മേഖലയിൽ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. വഴിയോര കടകൾ ഉൾപ്പെടെ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ആനയെ ഉൾവനത്തിലേക്ക് തുരത്താനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്. പിന്നീട് ഒരു രക്ഷയും ഇല്ല എങ്കിൽ മയക്കുവെടി വെച്ചേക്കാം എന്നൊരു തീരുമാനം എടുക്കും എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോൾ എന്തായാലും മയക്കുവെടി വെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വനം വകുപ്പ് നീങ്ങില്ല എന്നുള്ളത് CCF ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആനയെ കൃത്യമായി നിരീക്ഷിക്കുകയാണ്. ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ സഹായവും ഈ ആനയുടെ നിരീക്ഷണത്തിനായി ഉപയോഗിക്കും. പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ആനയെ തുരത്താനുള്ള നടപടികൾ അല്പസമയത്തിനകം തുടങ്ങുകയും ചെയ്യും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. കുറച്ചധികം ദിവസങ്ങളായി പടയപ്പ മൂന്നാറിലാകെ വലിയ ഭീതി പരത്തുന്നുണ്ട്. വാഹനങ്ങൾക്ക് നേരെയും കടകളൊക്കെയും അടിച്ചു തകർക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ആനയെ കാട്ടിനുള്ളിലേക്ക് തുരത്താനാണ് ഇപ്പോഴത്തെ വനംവകുപ്പിന്റെ തീരുമാനം. സംസ്ഥാനത്ത് ഇന്ന് താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട്, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, തൃശൂർ, കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. അതേസമയം കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. പ്രകൃതിദത്ത ഇന്ത്യൻ റബ്ബർ വില ഈ ദശകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് എത്തും. ഏപ്രിൽ മെയ് മാസങ്ങളിൽ വില കിലോയ്ക്ക് 200 രൂപ കടന്നേക്കുമെന്നാണ് വിലയിരുത്തൽ. മികച്ച വില ലഭിക്കുന്നത് തുടരുമെന്ന പ്രതീക്ഷയിലാണ് റബ്ബർ വ്യാപാരികൾ. ആഗോള വിപണിയിലെ മുൻനിര റബ്ബർ ഉൽപ്പാദകരായ തായ്ലൻഡ്, ഇന്തോനേഷ്യ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ ഉൽപ്പാദനം കുറഞ്ഞതാണ് ഇന്ത്യൻ നാച്ചുറൽ റബ്ബറിന്റെ ഡിമാൻഡ് കൂട്ടിയത്. പ്രതികൂല കാലാവസ്ഥയും ഫംഗസും മൂലം ഉൽപ്പാദക രാജ്യങ്ങളിൽ നിന്നുള്ള വിതരണം ഇടിഞ്ഞതോടെ ഷീറ്റ് റബ്ബർ RSS 3-ന് രാജ്യാന്തര വില 50% കൂടിയത്. 2024 ജനുവരി മുതൽ വില കിലോയ്ക്ക് 225 രൂപയായാണ് ഉയർന്നത്. ടയർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന RSS 4-ന്റെ വിലയും 16% ഉയർന്ന് കിലോയ്ക്ക് 180 രൂപയിലെത്തിയിരുന്നു. അവസാനമായി പ്രാദേശിക റബ്ബർ വില കിലോയ്ക്ക് 200 കടന്നത് 2011-12 വർഷത്തിലാണ്. ആഗോള വിതരണ പ്രതിസന്ധി ഉടൻ പരിഹരിക്കപ്പെടില്ലെന്നും വിലക്കയറ്റം തുടരുമെന്നുമാണ് വിദഗ്ധരുടെ പ്രവചനം. വിലക്കയറ്റം പ്രയോജനപ്പെടുത്താൻ ജൂൺ 30 വരെ ഷീറ്റ് റബ്ബറിന്റെ കയറ്റുമതി കിലോയ്ക്ക് 5 രൂപ ഇൻസെന്റീവ് റബ്ബർ ബോർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജനുവരി അപേക്ഷിച്ച് ഇത്തവണ ഇന്ത്യൻ റബ്ബർ കയറ്റുമതി ഇരട്ടിയായി 850 ടണ്ണിലെത്തിയതും റബ്ബർ കർഷകർക്ക് ആശ്വാസമാണ്. ആഗോളക്ഷാമം നീണ്ടു നിന്നേക്കാമെന്നതിനാൽ ഈ വർഷം ഇന്ത്യൻ റബ്ബറിന് മികച്ച വില ലഭിക്കുമെന്ന് ഇന്ത്യൻ റബ്ബർ ഡീലേഴ്സ് അസോസിയേഷൻ പറയുന്നു. റബ്ബർ ഉൽപ്പാദനത്തിലും ഈ വർഷം നേരിയ വർധനയുണ്ടെന്ന് റബ്ബർ ബോർഡിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഉൽപ്പാദനം 1.9% ഉയർന്ന് 7,39,000 ടണ്ണായി. എന്നാൽ റബ്ബർ വില കൂടിയാൽ അനുബന്ധ ഉൽപ്പന്നങ്ങളായ ടയറിനടക്കം വില കൂടുമെന്ന വിലയിരുത്തലുമുണ്ട്. ബിസിനസ് ഡെസ്ക് 24. വിവിധ സംസ്ഥാനങ്ങളുടെ കൂട്ടക്കടമെടുപ്പ് ഇന്ന്. കേരളം ഉൾപ്പെടെ 17 സംസ്ഥാനങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് കടമെടുക്കുന്നത് 50,206 കോടി രൂപ. ചരിത്രത്തിൽ ആദ്യമായാണ് ബോണ്ടുകളിലൂടെ സർക്കാരുകൾ ഇത്രയധികം തുക സമാഹരിക്കുന്നതെന്ന് RBI പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. നാളെ നടക്കുന്ന കടപ്പത്ര ലേലത്തിലൂടെ 1,00,000 കോടി രൂപയിലേറെയാണ് സംസ്ഥാനങ്ങൾ സ്വരൂപിക്കുന്നത്. ഫെബ്രുവരി 15-ന് ശേഷം കേന്ദ്ര സർക്കാർ വായ്പയെടുക്കാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ വായ്പയെടുക്കാൻ അവസരമൊരുങ്ങുന്നത്. ബോണ്ടുകളിലൂടെ ഇന്ന് ഏറ്റവും അധികം തുകയായ 8,000 കോടി സമാഹരിക്കുന്നത് ഉത്തർപ്രദേശാണ്. 6,000 കോടി വീതം കടമെടുക്കുന്ന കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളാണ് തൊട്ടുപിറകിൽ. 100 കോടിയുടെ കടമെടുപ്പിലൂടെ ഗോവയാണ് പട്ടികയിൽ ഏറ്റവും പിന്നിൽ. ഈ ഫെബ്രുവരിയിൽ കേന്ദ്രം കടപ്പത്രങ്ങൾ വഴി 39,000 കോടി സമാഹരിച്ചതായിരുന്നു ഇതുവരെയുള്ള ഏറ്റവും വലിയ തുക. ബോണ്ടുകളിലൂടെ കേരളം കടമെടുക്കുന്നത് 3,742 കോടി രൂപയാണ്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം 8,742 കോടി കടമെടുക്കാൻ സംസ്ഥാനത്തിന് അനുമതി ലഭിച്ചിരുന്നു. ഇതിൽ 5,000 കോടി എടുത്ത ശേഷമുള്ള തുകയാണ് ഇന്ന് സമാഹരിക്കുന്നത്. അടുത്ത സാമ്പത്തിക വർഷവും കടമെടുക്കാൻ കടുത്ത നിബന്ധനകൾ സംസ്ഥാനത്തിന് പാലിക്കേണ്ടിവരും. അടുത്ത വർഷം കേരളത്തിന് കടമെടുക്കാൻ കഴിയുന്ന തുക 33,597 കോടി രൂപയാണ്.
2021-22 ബജറ്റിന് പുറത്തെടുത്ത 4711 കോടിയുടെ കടം കൂടി വെട്ടിക്കുറയ്ക്കുന്നതോടെ അടുത്ത വർഷവും കടമെടുക്കാനാകുന്ന തുക 28,886 കോടിയായി കുറയും. ബിസിനസ് ഡെസ്ക് 24. ആലപ്പുഴ കാട്ടൂരിൽ 7ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്ത കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ അധ്യാപകരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധം ശക്തം. PT അധ്യാപകൻ ക്രിസ്തുദാസ്, രേഷ്മ എന്നിവരുടെ പേരിൽ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയത്. അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കൗൺസിൽ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. സ്കൂളിൽ അവസാന പീരീഡിന് വൈകിയെത്തിയതിന് അധ്യാപകരുടെ ശിക്ഷാ നടപടിയിൽ മനം നൊന്തായിരുന്നു പ്രജിത്ത് ആത്മഹത്യ ചെയ്തത്. കുട്ടിയെ ചൂരലിന് തുടർച്ചയായി തല്ലിയെന്നും മാനസികമായി പീഡിപ്പിച്ചുവെന്നുമാണ് പോലീസ് FIR. JJ ആക്ട് അടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയെങ്കിലും ഇവരുടെ അറസ്റ്റ് വൈകിയതോടെയാണ് നാട്ടുകാർ ചേർന്ന് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. 100 കണക്കിന് ആളുകൾ മാർച്ചിൽ പങ്കെടുത്തു. അറസ്റ്റ് വൈകുന്നതിന് പിന്നിൽ പോലീസിന്റെ ഒത്തുകളിയാണെന്നാണ് പ്രജിത്തിന്റെ അച്ഛന്റെ ആരോപണം. എൻ്റെ മകൻ മരിച്ചപ്പോഴത്തേക്ക് 1 മാസം കഴിഞ്ഞ് ഇന്നത്തേക്ക് 1 മാസം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ട് ഈ നമ്മൾ പറഞ്ഞ 2 അധ്യാപകരെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസിന് മണ്ണഞ്ചേരി പോലീസിന് സാധിച്ചിട്ടില്ല. സമ്മർദ്ദങ്ങൾ ഒരുപാടുണ്ട്. ആ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ നല്ല ഉയർന്ന ഒരു എന്തിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പോൾ അവരുമായിട്ട് ഭയങ്കര എന്താണ് മണ്ണഞ്ചേരി പോലീസിനെ കൊണ്ട് ഈ പറഞ്ഞ പോലെ ഇത് അറസ്റ്റ് ചെയ്യാൻ നടക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കേസിൽ അധ്യാപകർക്ക് വേണ്ടി KC വേണുഗോപാൽ ഇടപെടുന്നുണ്ടെന്നാണ് പ്രാദേശിക CPM നേതാക്കൾ ആരോപണം ഉന്നയിക്കുന്നത്. KS മനോജ്, അതുപോലെ തന്നെ KS വേണുഗോപാൽ, ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം പോലും ഞങ്ങൾ ജയിലിൽ കിടക്കത്തില്ല, നിങ്ങൾ ഇത്ര ഉള്ളു, നിങ്ങൾ ഇതുകൊണ്ട് ഇതൊക്കെ നിർത്തിയിട്ടും പോകുന്നു ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ സ്കൂള് ഞങ്ങൾ ചിലപ്പോൾ കുറച്ച് പിള്ളേർ കുറയുമായിരിക്കും എന്നുള്ള രീതിയിലൊക്കെയുള്ള സംസാരവും മറ്റു രീതികളുമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അധ്യാപകരെ അറസ്റ്റ് ചെയ്യുന്നതിനായി ഇവരുടെ വീടുകളിലും ബന്ധുക്കളുടെ വീടുകളിലും പരിശോധന നടത്തിയിരുന്നെങ്കിലും കണ്ടെത്താനായില്ലെന്ന് മണ്ണഞ്ചേരി പോലീസ് പറയുന്നു. ഇതിനിടെ മുൻകൂർ ജാമ്യം തേടി ക്രിസ്തുദാസും രേഷ്മയും കോടതിയെ സമീപിച്ചു. നാട്ടുകാരുടെ അടക്കം പ്രതിഷേധം ശക്തമായതോടെ വിസിറ്റേഷൻ സ്കൂൾ മാനേജ്മെന്റ് ക്രിസ്തുദാസിനെയും രേഷ്മയെയും അടക്കം 3 അധ്യാപകരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. 24 ആലപ്പുഴ. ഓടിക്കൊണ്ടിരിക്കെ വാഹനങ്ങൾക്ക് തീപിടിച്ചുണ്ടാകുന്ന അപകടങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് തിരൂരങ്ങാടി മുന്നിയൂർ കുണ്ടക്കടവ് സ്വദേശി അഫ്നാസ്. വി ഫയർ സേഫ് സിസ്റ്റം എന്ന പേരിൽ 1 വർഷം നീണ്ട പരീക്ഷണത്തിനൊടുവിലാണ് കണ്ടുപിടുത്തം. തീയുടെ സാന്നിധ്യം കണ്ടെത്തിയാൽ സെൻസറിന്റെ സഹായത്തോടെ വാഹനം നിർത്തും വിധമാണ് സംവിധാനം. ചേട്ടാ, അവിടെ ഒരു വണ്ടി കത്താതിരിക്കാനേ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ആ പയ്യന്റെ വീടറിയോ? സാധാരണഗതിയിൽ വാഹനമോടുമ്പോൾ തീപിടിച്ചാൽ ഡോറുകൾ ലോക്കാക്കുകയും വാഹനത്തിനകത്തെ യാത്രക്കാർ പുറത്തിറങ്ങാൻ കഴിയാതെ ഉള്ളിൽ കുടുങ്ങുകയും ചെയ്യും. ഇത്തരം അപകടമരണങ്ങൾ പതിവായപ്പോഴാണ് ഇതിനൊരു പരിഹാരം വേണമെന്ന ചിന്ത അഫ്നാസിന് തോന്നിയത്. ഏകദേശം 1 വർഷത്തോളം റിസർച്ച് നടത്തിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. ഇതിൽ ഒരുപാട് ഏകദേശം 15ഓളം ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഇത് അഥവാ തീ കത്തുന്ന മുന്നേ തന്നെ ഇത് നമുക്ക് ഇൻഫർമേഷൻ തരും, അങ്ങനെ വണ്ടി കത്താൻ പോവുകയാണ് എന്നുള്ളത്. RC ഓണറുടെ നമ്പറോട്ടും അതുപോലെ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷന്, ഫയർഫോഴ്സ് അങ്ങോട്ടൊക്കെ മെസ്സേജ് ലൊക്കേഷൻ അടക്കമാണ് പോകുന്നത്. ഷോർട്ട് സർക്യൂട്ട്, ഇന്ധനച്ചോർച്ച, വാതക ചോർച്ച എന്നിവയാണ് പ്രധാനമായും തീപിടിക്കാൻ കാരണമാകുന്നത്. ഇത്തരം സമയങ്ങളിലാണ് വാഹനത്തിനകത്ത് ഘടിപ്പിച്ച വി ഫയർ സേഫ് സിസ്റ്റം പ്രവർത്തനം തുടങ്ങുക. വണ്ടി രക്ഷപ്പെടാനുള്ളത് വണ്ടി തന്നെ മാർഗ്ഗങ്ങൾ ഒരുക്കി തരും. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഡോർ അൺലോക്ക് ആവും, പവർ വിൻഡോ ഓട്ടോമാറ്റിക്കായിട്ട് ഇതാവും. കാരണം ഇത് കത്തൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഡോറ് ലോക്കാവും, ഉരുകിയിട്ട് ലോക്കാവും. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഡോറ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അൺലോക്ക് ആവും. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾക്കും നമുക്ക് ഡോറ് തുറക്കാൻ പറ്റും. അതേപോലെ തന്നെ അതിൻ്റെ പവർ വിൻഡോ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓപ്പൺ ആവും. അത് അതിലൂടെ ആളുകൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൽ സീറ്റ് ബെൽറ്റിൻ്റെ ഒരു ഫീച്ചറും കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് സീറ്റ് ബെൽറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആവുന്ന ഒരു ഫീച്ചറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. വാഹനത്തിൽ ഇത് ഘടിപ്പിക്കാൻ 5000 രൂപ ചെലവ് വരുമെന്നാണ് കണക്ക്. ആശയം സംസ്ഥാന സർക്കാരുമായി ചർച്ച ചെയ്ത് മോട്ടോർ വാഹന വകുപ്പ് വഴി നടപ്പാക്കാനാകുമെന്നാണ് അഫ്നാസിന്റെ പ്രതീക്ഷ. അപ്പോൾ വെറും 6000 രൂപയോളം മുതൽ മുടക്കിയാൽ നമ്മുടെ വാഹനങ്ങളിൽ ഉണ്ടാവുന്ന തീപിടുത്തത്തിൽ നിന്ന്
നമുക്ക് രക്ഷ നേടാമെന്നാണ് അഫ്നാസ് പറയുന്നത്. ക്യാമറാമാൻ നജീബിനൊപ്പം അരുൺ പാറക്കൽ, 24 മലപ്പുറം. വന്യജീവി ആക്രമണ ഭീഷണി നേരിടുന്നവർക്കായി ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് CMP ഹൈക്കോടതിയിൽ ഹർജി നൽകി. CMP സംസ്ഥാന സെക്രട്ടറി CN വിജയകൃഷ്ണൻ അടക്കമുള്ളവരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. വിഷയത്തിൽ അടിയന്തരമായി എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. നീതിക്കായി സുപ്രീം കോടതിയെ വരെ സമീപിക്കാൻ തയ്യാറാണെന്ന് CMP സംസ്ഥാന സെക്രട്ടറി CN വിജയകൃഷ്ണൻ പറഞ്ഞു. നമ്മളൊരാൾ മരിച്ചാൽ അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളും എടുത്ത് അയാളുടെ ഡെഡ് ബോഡി എടുത്തിട്ട് യാത്രയാണ്. അതുകൊണ്ട് പ്രശ്നം തീരുമോ? എന്നാണ് ഈ പ്രശ്നത്തിന് കാതലായ കാര്യങ്ങൾ. ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ ബെഞ്ചിലാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ആളുകൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്ന് ചോദിച്ചിരിക്കുകയാണ്. അങ്ങനെ കേസ് മാറ്റി വച്ചിരിക്കുക. ഇതുമായി CMP അതിനായി ഒരു ഫണ്ട് കണ്ടെത്തും. ആളുകൾ ഞങ്ങൾക്ക് സഹായിക്കാൻ തയ്യാറാണ്. ചെറിയ പാർട്ടിയാണെങ്കിലും ഈ നല്ല കാര്യത്തിന് സഹായിക്കാൻ ആളുകൾ തയ്യാറാണ്. അപ്പോൾ ചുരുങ്ങിയത് ഒരു 10,000 രൂപയെങ്കിലും ഇങ്ങനെ വരുന്ന കുടുംബങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം.